ഈ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ഉരുൾപൊട്ടൽ ദുരന്തത്തിനൊപ്പം വലിയ ചർച്ചയാകാതെ പോയ ഒരു ദുരന്തം കൂടി ഉണ്ടായിരുന്നു. കോഴിക്കോട് വിലങ്ങാട്ടെ ദുരന്തം. കൂടുതൽ മരണം സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രം പലരും മറന്നുപോയ വിലങ്ങാട്. അന്ന് 50-ലധികം ഇടങ്ങളിലാണ് വിലങ്ങാട് ഉരുൾപൊട്ടിയത്. കനത്ത മഴയെ തുടർന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് വൻ ദുരന്തം അന്ന് അവിടെ ഒഴിവായത്. ഉരുൾപൊട്ടലിൽ 20 വീടുകൾ പൂർണ്ണമായും 100 വീടുകൾ ഭാഗികമായും അവിടെ അന്ന് തകർന്നിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് ഒരു ജീവൻ നഷ്ടമായത്. എല്ലാം നഷ്ടപ്പെട്ട വിലങ്ങാട്ടെ ജനത സർക്കാർ അവഗണനയുടെ ഇരകൾ കൂടിയാവുകയാണ് ഇന്നും. അനഘ ഹർഷൻ ചേരുന്നുണ്ട് അവിടെ നിന്നും. അനഘ, നമ്മൾ ആവർത്തിച്ച് വാർത്ത നൽകിയതാണ് വിലങ്ങാട്ടെ ദുരിതവും ഇപ്പോഴും മാറിയിട്ടില്ല അവസ്ഥ. അനു, തീർച്ചയായും വയനാട് ഉരുൾപൊട്ടൽ മഹാദുരന്തമുണ്ടായ അതേ ദിവസം അതേ മണിക്കൂറിലാണ് വിലങ്ങാടും ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നതാണ്. പക്ഷേ വിലങ്ങാട്ടെ ജനത കാണിച്ച അവരുടെ ജാഗ്രത, അവരുടെ ഒത്തൊരുമ, അതുകൊണ്ട് മാത്രമാണ് കൂടുതൽ ആളപായമില്ലാതെ ആ ദുരന്തം പോയത്. ഈ സംഭവം നടക്കുന്നത് ഈ ജൂലൈ, അതായത് ഇന്നേ ദിവസം രാത്രി 12 മണിക്കായിരുന്നു. ഈ വിലങ്ങാട്ടെ സംബന്ധിച്ച് വലിയ മഴയായിരുന്നു. ഒരു ചരിഞ്ഞ പ്രദേശമാണ്, മലമുകളിന് താഴെയുള്ള പ്രദേശമാണ് പലതും. അതുകൊണ്ട് തന്നെ ആളുകൾ കൃത്യമായൊരു ജാഗ്രത ആ ദിവസം പുലർത്തിയിരുന്നു. കനത്ത മഴയായിരുന്നു മഞ്ഞച്ചെളി ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷം വിലങ്ങാട് ചെറിയ ശബ്ദത്തോടു കൂടിയുള്ള ഉരുൾപൊട്ടൽ പല ഭാഗത്തു നിന്നും കേട്ടതായി ആ പ്രദേശവാസികൾ പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ആളുകളൊക്കെ ഉടൻ തന്നെ, ഈ കേട്ടറിഞ്ഞവരൊക്കെ തന്നെ ഓരോ വീടുകളിലേക്ക് കയറി ഉടൻ തന്നെ ഇവിടെ നിന്ന് മാറണമെന്നൊരു ജാഗ്രതാ നിർദ്ദേശം പല വീടുകൾക്കും, പ്രത്യേകിച്ച് മഞ്ഞച്ചെളി ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളൊക്കെ ഉടൻ തന്നെ, ഈ കേട്ടറിഞ്ഞ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ആ ഭാഗത്ത് നിന്ന് കയ്യിൽ കിട്ടിയ സാധനങ്ങൾ എടുത്താണ് വീട്ടിൽ നിന്ന് മാറിയത്. അതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. പിന്നീട് അതിനുശേഷം ഈ മഞ്ഞച്ചിളി ഭാഗത്തുണ്ടായിരുന്ന 20-ലധികം വീടുകളും അതുപോലെ തന്നെ ആ പ്രദേശത്തൊക്കെയുള്ള 100 വീടുകൾക്ക് ഭാഗികമായും വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചു. ഈ സമയത്താണ് ആ ഭാഗത്തേക്ക് എത്തിയ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ അപകടം പറ്റിയോ എന്ന് അന്വേഷിക്കാൻ എത്തിയതായിരുന്നു ആ ഭാഗത്ത്, മഞ്ഞച്ചിളി ഭാഗത്തുണ്ടായിരുന്ന ഈ മാത്യു മാഷ്. ഈ സമയത്താണ് ഒരു തവണ കൂടി ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഈ മാഷ് ആ ഉരുൾപൊട്ടലിൽ അകപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം 3-ാം ദിവസമാണ് ഈ മാഷിന്റെ മൃതദേഹം അവിടെ നിന്ന് ലഭിക്കുന്നത്. ആ നാട്ടുകാരെ സംബന്ധിച്ച് അത് വലിയൊരു വേദനയായിരുന്നു. ഇത്തരത്തിൽ ആളപായം ഉണ്ടാകാത്തതുകൊണ്ടും വയനാട് അന്ന് വലിയ ദുരന്തം ഉണ്ടായതുകൊണ്ടും മാത്രം ഈ വിലങ്ങാട്ടെ ജനതയുടെ ആ കരച്ചിൽ ആരും കേൾക്കാതെ പോയി, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാർ കേൾക്കാതെ പോയി എന്നതാണ്. ആ ദുരന്തം നടന്ന് ഇന്ന് ഒരാണ്ട് കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ പോലും വിലങ്ങാട്ടെ ജനതയ്ക്ക് ഒരു രീതിയിലുള്ള നീതിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടില്ല. അതായത് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കഴിഞ്ഞ മാസം മാത്രമാണ് അവർക്ക് നഷ്ടപരിഹാരം, അത് വീട് മുഴുവനായി തകർന്നവർക്ക് 15 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം നൽകി എന്നതൊഴിച്ചാൽ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ നഷ്ടപരിഹാരത്തിന് വേണ്ടി അവർക്ക് രാവും പകലും സമരം ഇരിക്കേണ്ടി വരുന്നു. നമ്മളടക്കം അവരുടെ സമരം റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷം സർക്കാരിന് മുന്നിൽ നിരന്തരം കൈനീട്ടിയതിനിടെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം മാത്രമാണ് ആ 20-ലധികം പേർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് 15 ലക്ഷം രൂപ മാത്രം സംസ്ഥാന സർക്കാർ നൽകിയത്. അതോടെ തങ്ങളുടെ കടമ മുഴുവൻ കഴിഞ്ഞു എന്ന മട്ടിലാണ് സംസ്ഥാന സർക്കാർ വിലങ്ങാട്ട ജനതയോട് പെരുമാറുന്നത്. മാത്രമല്ല ആ പ്രദേശത്ത് 100-ലധികം വീടുകളിൽ ഇപ്പോഴും ആളുകൾ കഴിയുന്നുണ്ട്. ആ ഭാഗത്ത് ഏത് സമയവും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ജിയോളജിക്കൽ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പ്രദേശത്തെ ആളുകൾ ചോദിക്കുന്നത്, തങ്ങൾ ഇവിടുന്ന് മാറാൻ തയ്യാറാണ്, പക്ഷെ എങ്ങോട്ട് പോകും, ആരുടെ സഹായം തരും, ആര് സഹായം നൽകും? പക്ഷെ ഇതിന് തങ്ങളെ മാറ്റി പാർപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരിടം കണ്ടെത്താനോ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിലൊരു നടപടി ഉണ്ടാകണം എന്നവർ അന്ന് മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. അന്ന് പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ മറ്റ് എല്ലാ സമ്പാദ്യങ്ങളും ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായി പോയവരാണ്. പക്ഷെ അത്തരത്തിൽ രേഖ നഷ്ടപ്പെട്ടവർക്ക് അതിന് ബദലായി മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമായിരുന്നു. ഇന്നലെയും നമ്മൾ അവിടെയുള്ള ആളുകളോട് സംസാരിച്ച സമയത്ത് റേഷൻ കാർഡില്ല, അതുപോലെ തന്നെ ഐഡന്റിറ്റി കാർഡില്ല, അങ്ങനെ തങ്ങളെ തിരിച്ചറിയുന്ന ഒരു രേഖയും സ്വന്തമായില്ല. ഇതിനു വേണ്ടി അന്ന് മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഓഫീസുകൾ കയറി ഇറങ്ങിയാണ് ഇന്ന് വരെ തങ്ങൾക്ക് അതിലൊരു നീതി ലഭിച്ചിട്ടില്ല. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ നീതി നിഷേധത്തിന്റെ അവഗണനയുടെ ഒരു പ്രതീകമായി വിലങ്ങാട്ടെ ജനത ഇപ്പോൾ
ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ മാസം മാത്രമാണ് അവർക്ക് അർഹതപ്പെട്ട 15 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകിയത്. അതുവരെ ഇവരൊക്കെ തന്നെ താമസിച്ചിരുന്ന ഏകദേശം 50-ലധികം കുടുംബങ്ങളുണ്ട്. അവരൊക്കെ താമസിച്ചിരുന്നത് വാടക വീട്ടിലാണ്. ആ വാടക കൊടുക്കാൻ കയ്യിൽ പണമില്ലാതെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ ഒരു ഇടപെടൽ പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ്. ഉരുൾപൊട്ടൽ എല്ലാം കൊണ്ടുപോയ ആ മഹാദുരന്തത്തിന് സാക്ഷിയായ ഒരു പറ്റം ജനങ്ങളുണ്ട്. അവർക്ക് ഇപ്പോഴും അതിന്റെ വേദന പേറിക്കൊണ്ട് ഇരിക്കുകയാണ്. അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഒരു സഹായം പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഉണ്ടാകുന്നില്ല എന്നൊരു വേദന മാത്രമാണ് അവർക്ക് ഇപ്പോഴും പങ്കുവെക്കാനുള്ളത്. ഇനിയെങ്കിലും ഇപ്പോൾ ഏറ്റവും ഈ അവസരത്തിൽ പറയാനുള്ളത് 100 കുടുംബങ്ങൾ, വിലങ്ങാട് അതീവ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ 100 കുടുംബങ്ങൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നടപടി അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എത്രയും വേഗം ഉണ്ടാകണം. അല്ലെങ്കിൽ അത് മറ്റൊരു ദുരന്തത്തിലേക്കായിരിക്കും സാക്ഷിയാവുക. അനു, അത് തീർച്ചയായും ഈ പുനരധിവാസം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, പേപ്പറിൽ മാത്രം എഴുതി കാണിച്ച് പത്രസമ്മേളനത്തിൽ വന്ന് പ്രസംഗിച്ചാൽ പോരാ, അത് നടപ്പിലാക്കുക തന്നെ വേണം എന്നുകൂടി ഓർപ്പിച്ചു കൊള്ളട്ടെ. എന്തായാലും നേരത്തെ ഈ വാർത്ത പുത്തൻപുള്ളി നമ്മൾ ആരംഭിച്ചപ്പോൾ മുതൽ ഛത്തീസ്ഗഡ് അവിടെ എന്താണ്, അവിടുത്തെ വാർത്ത ജനം പറയുന്നില്ലേ എന്നൊക്കെ പ്രേക്ഷകർ ആരായുന്നുണ്ടായിരുന്നു. എല്ലാവരുമല്ല, 1-2 പേരെങ്കിലും. നമ്മളെ കാണുന്നവർക്കറിയാം, ഇന്നലെ മുതൽ തന്നെ ഛത്തീസ്ഗഡിൽ നമ്മുടെ ടീമുണ്ട്. ശ്രീകാന്തും ഉണ്ണി കെ വാര്യരും അവിടെ ഉണ്ട്. അവിടെ നിന്ന് ഉള്ള വാർത്തകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇന്നലെ തത്സമയം റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ ഫോളോ ചെയ്യുന്ന ഓരോ പ്രേക്ഷകരും അത് ഓർക്കുന്നുണ്ടാവും. ഇന്നും അറിയേണ്ടതുണ്ട് ഛത്തീസ്ഗഡിൽ നിന്നുള്ള വിവരങ്ങൾ, വിശേഷങ്ങളൊക്കെ, അവിടുത്തെ നിജസ്ഥിതിയൊക്കെ അറിയട്ടെ. വെറുതെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് അതാണ് സത്യമെന്ന് നമ്മളങ്ങ് വിഴുങ്ങിയാൽ മതിയോ? അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം, ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എന്തെന്നൊക്കെ അറിയണം.